Okay, so sixth assignment. A study was conducted to determine the factors associated with malnutrition in under 5 children. The researchers screened 350 children from 25 randomly selected villages. Among them, 150 children were either underweight or stunted. Socio-demographic characteristics, birth history, childhood clinical history were recorded for the screened children. What is the type of the study design used here? സോ അണ്ടർ 5 ചിൽഡ്രൻ ആണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഒരു ഗ്രൂപ്പേ ഉള്ളൂ. ആ ഗ്രൂപ്പിൽ തന്നെ വാട്ട് ദേ ഹാവ് ഡൺ ഇസ് they have selected a group which is underweight and then associated എന്താണ് birth history, clinical history ഒക്കെ ചെയ്യുന്ന. അപ്പോൾ ഹിയർ ക്രോസ് സെക്ഷണൽ സ്റ്റഡിയിൽ പ്രവലൻസ് സ്റ്റഡി ചെയ്യും. അതിൻ്റെ കൂടെ they're trying to do analysis also, socio-economic statusum, underweight, whether they are related and all. അപ്പോൾ അതാണ് അനലിറ്റിക്കൽ ക്രോസ് സെക്ഷണൽ സ്റ്റഡിയാണത്. കേസ് കൺട്രോൾ ഒട്ടുമല്ല, പ്രോസ്പെക്റ്റീവും അല്ല. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ക്രോസ് സെക്ഷണൽ സ്റ്റഡി ആണെങ്കിൽ ജസ്റ്റ് പ്രവലൻസ് മാത്രമേ ഉള്ളൂ സ്റ്റഡി ചെയ്യുന്നു. സോ ഹിയർ ദ ഫസ്റ്റ് ലൈൻ തന്നെ എന്തുകൊണ്ടാണ് അനലിറ്റിക്കൽ എന്ന് പറയുന്നത്? Study was conducted to determine the factors associated with malnutrition. You are studying the factors association. അപ്പോൾ association of factors analytical cross-sectional study ആണ്. 2. So a gynecology resident intends to determine the association between pre-pregnancy weight and risk of preeclampsia. The investigator recruited 50 women diagnosed with preeclampsia as cases and 50 women without preeclampsia as controls. Both cases and controls were interviewed and asked about their pre-pregnancy weight and height. I think നമ്മളത് വേറെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം, ഇത് ഡിസ്കസ് ചെയ്യാൻ പാടാണ്. Which of the following is correct about selection of cases in case control study? കേസ് കൺട്രോൾ സ്റ്റഡിയിൽ സെലക്ഷൻ ഓഫ് കേസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? Cases are study participants in the source population who are exposed. Cases എന്നാണ് who are exposed എന്നല്ല, who are diseased എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ കേസ് കൺട്രോൾ സ്റ്റഡിയിൽ നമ്മൾ ഡിസീസ് ഉള്ള ആൾക്കാരെയും ഡിസീസ് ഇല്ലാത്ത ആൾക്കാരെയാണ് കമ്പയർ ചെയ്യുന്നത്. എന്നിട്ട് യു ആർ ആസ്കിങ് ദെയർ ഹിസ്റ്ററി ആസ് ടു നോ ഹൂ ഹാസ് ഗോട്ട് എക്സ്പോഷർ. അപ്പോൾ ആദ്യത്തത് തെറ്റാണ്. നമ്മൾ എക്സ്പോഷർ സെലക്ട് ചെയ്യുന്നില്ല, എക്സ്പോഷർ ഉണ്ടോ ഇല്ലയെന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ബി, സെലക്ഷൻ ഓഫ് കേസസ് ആൻഡ് കൺട്രോൾ ഷുഡ് ബി ബേസ്ഡ് ഓൺ എക്സ്പോഷർ വെച്ചിട്ടല്ല കേസസ് ആൻഡ് കൺട്രോൾസ് സെലക്ട് ചെയ്യുന്നത്. ആദ്യം കേസസ് എന്ന് പറഞ്ഞാൽ അസുഖം ഉണ്ടോ ഇല്ലേ എന്നുള്ളത്, കൺട്രോൾസിൽ അസുഖം ഉണ്ടാവില്ല. സോ അസുഖം ഉണ്ടോ ഇല്ലയെന്ന് വെച്ചിട്ട് ബേസിസിലാണ് കേസസും കൺട്രോൾസും സെലക്ട് ചെയ്യുന്നത്. സോ ബി ഈസ് റോങ്. പിന്നെ സി, ഇൻക്ലൂഡിങ് ഇൻസിഡൻറ്റ് കേസസ് ഇൻ കേസ് കൺട്രോൾ സ്റ്റഡി ക്യാൻ സേവ് ടൈം ആൻഡ് മണി. ഇൻസിഡൻറ്റ് കേസസിന് കുറേ കാത്തിരിക്കേണ്ടി വരും. ബിക്കോസ് ഇപ്പോൾ ന്യൂ കേസസിനെ പിടിക്കുകയാണെങ്കിൽ അതിന് കുറേ ടൈം എടുക്കില്ലേ, എന്നിട്ട് പിന്നെ അവരെ ഹിസ്റ്ററിയൊക്കെ ചോദിക്കണമെങ്കിൽ ഇറ്റ് ടേക്സ് ലോട്ട് ഓഫ് ടൈം ആൻഡ് ലോട്ട് ഓഫ് മണി. സോ അത് തെറ്റാണ്. പിന്നെ ഡി, ഇൻക്ലൂഡിങ് പ്രവലൻറ്റ് കേസസ് മേ ലീഡ് ടു സർവൈവൽ ബയസ്. ദറ്റ് ഈസ് ഓൾഡ് കേസസ് ഒക്കെ സെലക്ട് ചെയ്താൽ എന്താണ്, മേ ബി അത് സിവിയർ കേസസ് ആയിരിക്കില്ല, അതുകൊണ്ടാണ് അവർ സർവൈവ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ആ കേസസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഇറ്റ് മേ ലീഡ് ടു സർവൈവൽ ബയസ്. സിവിയർ കേസസൊക്കെ മരിച്ചു പോയി കാണും, അസുഖം വന്ന് മരിച്ചു പോയി കാണും. അപ്പോൾ നമുക്ക് ആ കേസ് കൺട്രോൾ സ്റ്റഡിയിൽ അത് സ്റ്റഡി ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ പ്രവലൻറ്റ് കേസസ് നമ്മൾ എടുത്താൽ ഇറ്റ് ക്യാൻ ലീഡ് ടു, അത് ചിലപ്പോൾ മൈൽഡ് ഫോം ഓഫ് ഡിസീസ് ഉള്ളതായിരിക്കാം, അതുകൊണ്ട് ഇറ്റ് മേ ലീഡ് ടു സർവൈവൽ ബയസ്. ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. Which of the following is an element of a case control study? So case control study എന്ന് പറയുന്ന സെലക്ഷൻ ഓഫ് സ്റ്റഡി പാർട്ടിസിപ്പൻസ് ഹു ആർ എക്സ്പോസ്ഡ്, അത് തെറ്റാണ്. കോഹോട്ടിലാണ് എക്സ്പോഷറിന് സ്റ്റാർട്ട് ചെയ്യുന്നത്.
that is forward looking ആണ് cohort. That is you are selecting smokers, പിന്നെ വേറൊരു ഗ്രൂപ്പ് നോട്ട് സ്മോക്കേഴ്സ്. എന്നിട്ട് രണ്ടുപേരും യു ആർ ഫോളോയിങ് ഇറ്റ് അപ്പ് ഫോർ മെനി ഇയേഴ്സ്, 5 years 10 years ടു ഫൈൻഡ് ഇൻ വിച്ച് ഗ്രൂപ്പ് ക്യാൻസർ ഹാസ് ഡെവലപ്ഡ്. അപ്പോൾ ആദ്യം റിസ്ക് ആണ് നോക്കുന്നത്, നെക്സ്റ്റ് ഡിസീസാണ് നോക്കുന്നത്. അത് കോഹോട്ടിൽ. നേരെ തിരിച്ചാണ് കേസ് കൺട്രോൾ സ്റ്റഡിയിൽ. ബി, ഇറ്റ് ഇൻവോൾവ്സ് മാച്ചിങ് ഓഫ് കേസസ് വിത്ത് കൺട്രോൾസ്. അത് ചെയ്യണം. ഇപ്പോൾ കേസസ് ഓഫ് ക്യാൻസറാണ് എടുക്കുന്നതെങ്കിൽ ഒരു ക്യാൻസർ കേസസിലൊക്കെ എന്താണ് ഓൾഡ് ഏജ് ഗ്രൂപ്പിലുള്ള പേഷ്യൻസാണ് എടുക്കുന്നത്. കൺട്രോൾസിൽ യങ് പേഷ്യൻസാണ് എടുക്കുന്നതിൽ ലൈക്ക് അതിൽ നിങ്ങൾക്ക് ശരിക്ക് കിട്ടില്ല, ഫൈൻഡിങ്സ് കിട്ടില്ല. സോ യു ഷുഡ് ഓൾവേസ് ഇൻവോൾവ് മാച്ചിങ് ഓഫ് കേസസ് വിത്ത് കൺട്രോൾസ്. ബി ഈസ് ദ കറക്റ്റ് ആൻസർ. പിന്നെ ഇറ്റ് ഇൻക്ലൂഡ്സ് റാൻഡമൈസേഷൻ ഓഫ് കേസസ് ആൻഡ് കൺട്രോൾസ്. അത് റാൻഡമൈസ് കൺട്രോൾ ട്രയലിലാണ്, കേസ് കൺട്രോൾ സ്റ്റഡിയിലല്ല. സി. ഡി, ഇറ്റ് ഇൻവോൾവ്സ് പ്രോസ്പെക്റ്റീവ് ഫോളോ അപ്പ് ഓഫ് കേസസ് ആൻഡ് കൺട്രോൾ. കേസസ് ഇത് പ്രോസ്പെക്റ്റീവ് അല്ല, റെട്രോസ്പെക്റ്റീവ് ആണ്. അപ്പോൾ ആൻസർ ബി ആണ്. A study was conducted to determine the association between coronary artery disease, age-related macular degeneration in people aged 60 years or more. The investigators included 150 participants with age-related macular degeneration and 150 participants without age-related macular degeneration. So, the participants were interviewed for major risk factors for the disease. അപ്പോൾ കേസസ് എന്താണ്? ഏജ് റിലേറ്റഡ് മാക്യുലർ ഡിസീസും, പിന്നെ കൺട്രോൾസ് വിതൗട്ട് ഏജ് റിലേറ്റഡ്. ആൻഡ് ദർ ആസ് ഹിസ്റ്ററി ഓഫ് മേജർ റിസ്ക് ഫാക്ടേഴ്സ് അല്ലേ. അപ്പോൾ ഇത് കേസ് കൺട്രോൾ സ്റ്റഡിയാണ്. അസുഖമുള്ളവരെയും അസുഖം ഇല്ലാത്തവരെയും ആദ്യം എടുത്തു, എന്നിട്ട് ഹിസ്റ്ററി ചോദിക്കുക. Among the participants with age-related macular degeneration, 25 had history of coronary artery disease, while among those without age-related macular degeneration, only 10 had history of coronary artery disease. അപ്പോൾ അസുഖം ഉള്ളതെന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്നിട്ട് ഹിസ്റ്ററി ചോദിക്കുകയാണ് CAD ഉണ്ടായിരുന്നോ ഇല്ലേന്ന്. അപ്പോൾ അത് കേസ് കൺട്രോൾ സ്റ്റഡിയാണ്. 6 എന്ന് പറയുന്നത് അത് കാൽക്കുലേഷൻസ് ആണ്, പിന്നെ ചെയ്യാം. 7 question. In 2020 a study was conducted by a researcher to determine the relationship between implanted medical devices and connective tissue diseases. So study നടക്കുന്നത് 2020. The researcher selected 5,000 individuals who had medical device implanted between 2000 and 2002 from the medical records department of a hospital. These patients' records were followed up to the year 2019 for a diagnosis of connective tissue disease. It was observed that 20% of the individuals with medical devices had developed connective tissue disease. Identify the study design in this case. ഇപ്പോൾ 5,000 ഇൻഡിവിജ്വൽസിനാണ് സെലക്ട് ചെയ്തിട്ടുള്ള റെക്കോർഡ്സാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. 2002 മുതൽ 2019 വരെ റെക്കോർഡ്സ് ഫോളോ അപ്പ് ചെയ്യാണ്. അപ്പോൾ തുടങ്ങിയത് 2000 എന്ത് വെച്ചിട്ടാണ്? what is it? ഒരു മെഡിക്കൽ ഡിവൈസ് ഇംപ്ലാന്റ് ചെയ്തിരിക്കുക, എന്നിട്ട് ഔട്ട്കം എന്താ നോക്കുന്നത്? കണക്റ്റീവ് ടിഷ്യൂ ഡിസീസസ്. ഈ സ്റ്റഡി എപ്പോഴാണ് ചെയ്യുന്നത്? 2020. ഇപ്പോൾ പ്രസൻറ്റിൽ ഈ സ്റ്റഡി ചെയ്യാണ്, പക്ഷേ ഇത് തുടങ്ങിയത് 2000 ഫോർവേഡിൽ 2019 വരെ മുമ്പോട്ടാണ് ചെയ്യുന്നത്. സോ ഇതിൽ പ്രോസ്പെക്റ്റീവ് ഉണ്ട്, റെട്രോസ്പെക്റ്റീവും ഉണ്ട് അല്ലേ. സോ ഇത് റെട്രോസ്പെക്റ്റീവ് കോഹോർട്ട് സ്റ്റഡിയാണത്. സ്റ്റഡി മുന്നിലേക്കാണ് നോക്കുന്നത്, പക്ഷേ ഇതെല്ലാം സംഭവിച്ചത് പണ്ടായതുകൊണ്ട് ഇപ്പോൾ 2020 ആണ്. 2000 മുതൽ 2019 വരെയുള്ള സംഭവം ആയതുകൊണ്ട് റെട്രോസ്പെക്റ്റീവ് കോഹോർട്ടാണ്. 8.
All of the following are true about cohort study. കോഹോർട്ട് സ്റ്റഡി നമ്മൾ മുമ്പിലേക്കല്ലേ നോക്കുന്നത്. റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള പേഷ്യൻസിനെയും റിസ്ക് ഇല്ലാത്തവരെയും നോക്കിയിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ട് അവർക്ക് അസുഖം വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ട് ഗ്രൂപ്പിലും നോക്കുന്നു. അപ്പോൾ ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്. എത്ര നാൾ കഴിഞ്ഞിട്ടാണ്, ഇപ്പോൾ സ്മോക്കിംഗ് കഴിഞ്ഞിട്ട് എത്ര വർഷം കഴിഞ്ഞിട്ടായിരിക്കും ലങ് ക്യാൻസർ വരുന്നത്? അത്രയും നാൾ കാത്തിരിക്കാൻ ഭയങ്കര പാടല്ലേ. സോ ഇറ്റ് ഈസ് എക്സ്പെൻസീവ്, ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്. സോ ഇത് വാട്ട് ഈസ് റോങ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ ഡിസീസസ് വിത്ത് ലോങ് ലേറ്റൻസി പീരിയഡ്. അത് നമ്മൾ യു വിൽ ബി ഹെൽഡ് അപ്പ് അല്ലേ. ലോങ് ലേറ്റൻസി പീരിയഡിന് അത്രയും നാളൊക്കെ ഫോളോ അപ്പ് ചെയ്യുക, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. സോ ഈ ആൻസർ തെറ്റാണ്. ഇറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ ഷുഡ് ബി ഇറ്റ് ഈസ് നോട്ട് അപ്രോപ്രിയേറ്റ്. സി, ഇൻസിഡൻസ് ഓഫ് ഡിസീസ് ക്യാൻ ബി ഡിറ്റർമിൻഡ്. അത് ശരിയാണ്. ന്യൂ കേസസ് അല്ലേ, തുടങ്ങുന്ന സമയത്ത് റിസ്ക് ഫാക്ടേഴ്സേ ഉള്ളൂ, പിന്നെ ഡിസീസ് ഡെവലപ്പ് ചെയ്തോ ഇല്ലേ എന്നല്ല നോക്കുന്നത്. സോ ഇൻസിഡൻസ് ക്യാൻ ബി ഡിറ്റർമിൻഡ്. ഡി, ലോസ് ടു ഫോളോ അപ്പ് ക്യാൻ ഇൻട്രൊഡ്യൂസ് ബയസ്. അതും ശരിയാണ്. സം പീപ്പിൾ മേ നോട്ട് റെസ്പോണ്ട്. അപ്പോൾ അത്രയും പേര് ലൈക്ക് നമ്മൾക്ക് അനാലിസിസ് കുറയാണ്. സോ ദാറ്റ് ക്യാൻ ഇൻട്രൊഡ്യൂസ് എ ബയസ്. സംടൈംസ് മേ ബി ലോസ്റ്റ് ഫോളോ അപ്പിൻ്റെ കാരണം ഒന്ന്, ദേ ക്യാൻ ബി കംപ്ലീറ്റ്ലി ക്യോർഡ് ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ ലോസ്റ്റ് ഫോളോ അപ്പ്. അനദർ റീസൺ വുഡ് ബി അസുഖം കാരണം അവർ മരിച്ചിട്ടുണ്ടാകും. സോ നാച്ചുറലി ദേ വോണ്ട് ബി ഏബിൾ ടു, they will be lost to follow up. So that can introduce a bias. So all are true about cohort disease except B an option, that is cohort study is appropriate for diseases with long latency period. Option തെറ്റാണ്. All of the following are types of analytical studies except. Analytical studies എപ്പോഴും 2 ഗ്രൂപ്പ്സ് ഉണ്ട്, കമ്പാരിസൺ ഗ്രൂപ്പും കൂടിയുണ്ട്. അപ്പോൾ കേസ് കൺട്രോൾ സ്റ്റഡീസ് അനലിറ്റിക്കൽ സ്റ്റഡി 2 ഗ്രൂപ്പ്സ് ഉണ്ട്. എക്സ്പെരിമെൻ്റലിലും 2 ഗ്രൂപ്പ്സ് ഉണ്ട്, അനലിറ്റിക്കൽ സ്റ്റഡിയാണ്. കോഹോർട്ട് സ്റ്റഡിയിലും ഉണ്ട് 2 ഗ്രൂപ്പ്. സോ കേസ് സ്റ്റഡിയിൽ ദർ ഇസ് നോ ഗ്രൂപ്പ്സ്. The investigator conducted a cohort study to determine the association between exposure to secondhand smoke during childhood and asthma in adulthood. The study reported a relative risk of 2:1 between asthma and exposure to secondhand smoke. Which of the following interpretation is correct? That is association between secondhand smoke and asthma in childhood. So which is correct എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ the incidence of asthma in children exposed to secondhand smoke is lower than the children not exposed to secondhand smoke. The incidence of asthma, ഇപ്പോൾ ഇതിൽ റിലേറ്റീവ് റിസ്ക് ഓഫ് 2:1 എന്നല്ലേ പറഞ്ഞത്, 2.1. റിലേറ്റീവ് റിസ്ക് ഓഫ് 2.1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്മോക്കേഴ്സിൽ ദർ ഇസ് ആൻ ഇൻക്രീസ്ഡ് റിസ്ക്. ദാറ്റ് ഇസ് എത്ര റിസ്ക്കാണ്? 2.1 ടൈംസ് ഗ്രേറ്റർ ദാൻ സ്മോക്കിംഗ് എക്സ്പോഷർ ഇല്ലാത്ത ആൾക്കാർ. സോ സെക്കൻഡ് ഹാൻഡ് സ്മോക്കിൻ്റെ എക്സ്പോഷർ ഉണ്ടെങ്കിൽ there is a 2.1 times risk of asthma when you compare it with people who have not been exposed to second hand smoke. So B ആണ് ഓപ്ഷൻ. സി ഓപ്ഷൻ എന്ന് പറയുന്ന ഇൻസിഡൻസ് ഓഫ് സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് ഇസ് ലോവർ എന്നല്ലല്ലോ. ഇൻസിഡൻസ് ഓഫ് സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് ഇസ് ലോവർ, അത് തെറ്റാണ്. വിത്ത് ആസ്മ ദ ഇൻസിഡൻസ് ഓഫ് സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് ഇസ് ഹയർ ഇൻ ചിൽഡ്രൻ ഇൻ ആസ്മ. അത് ലാസ്റ്റ് കോഴ്സ് ഇൻസിഡൻസ് ഓഫ് സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് അത് തെറ്റാണ്. ഇൻസിഡൻസ് ഓഫ് ആസ്മയാണ് എഴുതേണ്ടത് ഇവിടെ. അപ്പോൾ ബി ഓപ്ഷനാണ് കറക്റ്റ്. സോ അസൈൻമെൻറ്റ് 6 is over.